നമസ്കാരം. നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ലിസ്റ്റിൻ സ്റ്റീഫനും തമ്മിൽ തുറന്ന പോര്. സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തർക്കം മുറുകിയത്. സാന്ദ്ര പറയുന്നത് നുണയാണെന്നും ഇപ്പോൾ കാണിക്കുന്നത് വെറും ഷോ മാത്രമാണെന്നും ലിസ്റ്റിൻ പറഞ്ഞു. ആദ്യം പർദ്ദയിട്ട് വന്നു, പിന്നെ വന്നപ്പോൾ പർദ്ദ കിട്ടിയില്ലെന്നും ലിസ്റ്റിൻ പരിഹസിച്ചു. സാന്ദ്ര അസുഖം ബാധിച്ച് കിടന്നപ്പോൾ സുഖവിവരങ്ങൾ അന്വേഷിച്ച മമ്മൂട്ടിയോടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മുഴുവൻ പ്രൊഡ്യൂസേഴ്സിനോടും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സാന്ദ്രയുടെ ഒരു പഴയ വീഡിയോയും ലിസ്റ്റിൻ പങ്കുവച്ചിരുന്നു. നടൻ മമ്മൂട്ടിയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എല്ലാവരും വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് സാന്ദ്ര വീഡിയോയിൽ പറയുന്നുണ്ട്. സാന്ദ്രയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നതിനിടയിലാണ് ലിസ്റ്റിൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന അടിക്കുറിപ്പോടെയാണ് ലിസ്റ്റിൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം മമ്മൂട്ടി ഇടപെട്ടത് നാമനിർദ്ദേശ പത്രിക വിവാദവുമായി ബന്ധപ്പെട്ടല്ലെന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കി. സ്ത്രീത്വത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട തന്റെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ആൻഡോ ജോസഫിന് വേണ്ടി മറ്റാരോ പറഞ്ഞത് പ്രകാരമാണ് മമ്മൂട്ടി വിളിച്ചത്. തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പെരുമാറ്റമുണ്ടായെന്ന് മമ്മൂട്ടിക്ക് ബോധ്യപ്പെട്ടു. അതോടെ എല്ലാം സാന്ദ്രയുടെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും മമ്മൂട്ടിയുടെ ഇടപെടലിൽ തനിക്കൊരു പരാതിയുമില്ലെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. തന്റെ സിനിമയിൽ നിന്ന് മമ്മൂട്ടി പിന്മാറിയത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. മമ്മൂട്ടി ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ലിസ്റ്റിൻ ശ്രമിക്കരുതെന്നും സാന്ദ്ര പറഞ്ഞു. പർദ്ദ ധരിച്ചു വന്നത് പ്രതിഷേധമെന്ന നിലയിലാണെന്നും എന്ന് കരുതി താൻ എന്ന് പർദ്ദ ധരിച്ചു വരണമെന്നാണോ ലിസ്റ്റിൻ പറയുന്നതെന്നും സാന്ദ്ര തോമസ് ചോദിച്ചു. ലിസ്റ്റിൻ പറയുന്നത് വിവരമില്ലായ്മയാണ്. ലിസ്റ്റിൻ മറുപടി അർഹിക്കാത്തയാളാണെന്നും സാന്ദ്ര തിരിച്ചടിച്ചു. പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കള്ളമെന്ന് തെളിയിച്ചാൽ ഞാൻ ഇൻഡസ്ട്രി വിട്ടു പോകാൻ തയ്യാറാണെന്നും മറിച്ചാണെങ്കിൽ ഇൻഡസ്ട്രി വിട്ടു പോകാൻ ലിസ്റ്റിൻ തയ്യാറാണോ എന്നും സാന്ദ്ര തോമസ് ചോദിച്ചു. അതിനിടെ സാന്ദ്ര തോമസിനെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ നൽകിയ മാനനഷ്ട കേസ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഫയലിൽ സ്വീകരിച്ചു. എറണാകുളം സബ് കോടതി മുൻപാകെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ മറ്റൊരു അപകീർത്തി കേസിൽ സാന്ദ്ര തോമസിന് കോടതി സമൻസ് അയച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് നിലവിൽ 3 കേസുകളാണ് വിവിധ കോടതികളിലായി ലിസ്റ്റിൻ നൽകിയിട്ടുള്ളത്. അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോടതിയെ സാന്ദ്ര തോമസ് സമീപിച്ചിരുന്നു. ബൈലോ പ്രകാരം തനിക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്നാണ് എറണാകുളം സബ് കോടതിയിൽ നൽകിയ ഹർജിയിൽ സാന്ദ്ര പറയുന്നത്. തെരഞ്ഞെടുപ്പിന് വരണാധികാരിയെ നിയമിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്നും ഹർജിയിലുണ്ട്. ഇതോടെ കോടതി തീരുമാനമാണ് ഇനി നിർണായകമാകുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് തന്നെയാണ് സാന്ദ്രയുടെ നിലപാട്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള സാന്ദ്ര തോമസിന്റെ പത്രികയാണ് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തള്ളിയത്. പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. വരണാധികാരിയുമായി മറ്റ് അംഗങ്ങളുമായും വാക്കേറ്റവും ബഹളവും ഉണ്ടായി. തന്നോട് കാണിച്ചത് അനീതിയാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സാന്ദ്ര പ്രതികരിച്ചു. ഈ മാസം 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ്. പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രികയാണ് തള്ളിയത്. ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക പരിഗണിക്കുന്നതിനിടയിലായിരുന്നു വാക്കുതർക്കമുണ്ടായത്. തിരഞ്ഞെടുപ്പ് ബൈലോ പ്രകാരം 3 അതിലധികമോ സിനിമകൾ സ്വതന്ത്രമായി നിർമ്മിച്ച ഏതൊരു അംഗത്തിനും പത്രിക സമർപ്പിക്കാമെന്നിരിക്കെ സാന്ദ്ര തോമസ് 2 സിനിമകളുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് സമർപ്പിച്ചതെന്ന് കാണിച്ചായിരുന്നു പത്രിക തള്ളിയത്. മൂന്നാമതായി ചേർത്ത സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ ഉള്ളതാണെന്നും അത് യോഗ്യതയായി പരിഗണിക്കാനാവില്ലെന്നുമായിരുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ നിലപാട്. എന്നാൽ ആ സിനിമയും തന്റെ പേരിൽ നിർമ്മിച്ചത് തന്നെയാണെന്നായിരുന്നു സാന്ദ്ര മറുപടി നൽകിയത്.